വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം പിടിക്കാൻ തുടരാൻ. ഇത് കണ്ണൂരിലാണ്, തളിപ്പറമ്പിലാണ്. ഇത്തവണ ശ്രദ്ധേയമായ രാഷ്ട്രീയ പോര് നടക്കുന്ന തളിപ്പറമ്പിന്റെ രാഷ്ട്രീയമാണ് ന്യൂസ് 18 പരിശോധിക്കുന്നത്. എന്തുകൊണ്ട് തളിപ്പറമ്പ് എന്ന ചോദ്യത്തിന് ഉത്തരം ഒരുപക്ഷെ മുൻകാല തെരഞ്ഞെടുപ്പുകളിലൊന്നും തളിപ്പറമ്പ് നിയമസഭാ പോര് അത്ര കണ്ടൊന്നും ശ്രദ്ധയിൽ വന്നിരുന്നില്ല. കാരണം ഏറെക്കുറെ ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് പോര് എന്നതായിരുന്നു ചിത്രം. പക്ഷെ ഇത്തവണ മാറുന്നു എന്ന കാരണം മറ്റു പലതുകൊണ്ടുമാണ്. കാരണം CPM-ൽ സംഘടനാപരമായി ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ അവിടെ മറുപക്ഷത്ത് സ്ഥാനാർത്ഥിയായി വരുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാന തലത്തിലേക്ക് പുതിയ ചർച്ചയായി വരികയാണ്. തളിപ്പറമ്പിന്റെ രാഷ്ട്രീയം മാറ്റുന്ന സാഹചര്യങ്ങൾ ഇവിടെയുണ്ടോ? അതാണ് ഞങ്ങളുടെ പ്രധാന പരിശോധന. സൈത്ത്, ഈ തളിപ്പറമ്പ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്ന്. നമുക്കറിയാം, കണ്ണൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ CPM-ന്റെ സംസ്ഥാന സമിതി അംഗത്തെക്കാൾ ഒരുപക്ഷെ രാഷ്ട്രീയ ബോധമോ അല്ലെങ്കിൽ അത്രയധികം സംഘടനാ പാരമ്പര്യമുള്ള ആളുകൾക്ക് മാത്രമേ കണ്ണൂരിൽ CPM-ൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിലേക്ക് എത്താൻ കഴിയും. അത്രയധികം രാഷ്ട്രീയ പാരമ്പര്യമുള്ള, അത്രയധികം അനുഭവപരിചയമുള്ള നേതാക്കളെ മാത്രമേ CPM കണ്ണൂർ പോലെ ഇത്രയധികം സ്വാധീനമുള്ള, ഇത്രയധികം സംഘടനാ ശക്തിയുള്ള ഒരു ജില്ലയിൽ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് CPM ഉയർത്താറുള്ളൂ. അങ്ങനെയുള്ള ഒരു ജില്ലയിലാണ് ജില്ലാ സെക്രട്ടറി അംഗം പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു അത് ഏറ്റവും അധികം CPM പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ കേരളത്തിൽ ഇത്തവണ ഭരണത്തുടർച്ച ഉണ്ടായില്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത അവസ്ഥയിൽ CPM പോകും. അതുകൊണ്ട് അത്രയധികം പ്രാധാന്യത്തോടുകൂടി CPM ഇതുകൊണ്ട് കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിന് തൊട്ട് മുമ്പിലാണ് ഈ ഒരു നേതാവ് ഇങ്ങനെ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തുപോകുക മാത്രമല്ല UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നത് എന്നുള്ളത്. അതുതന്നെയാണ് ഈ തളിപ്പറമ്പിന് ഇത്രയധികം രാഷ്ട്രീയ ചൂട് ഏറ്റാനുള്ള കാരണം. അതുകൊണ്ട് തന്നെയാണ് തളിപ്പറമ്പ് ഇത്രയധികം പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പായി മാറ്റാറും കാരണം. അതെ, അതുകൊണ്ട് സംഘടനാ തലത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ണൂർ എപ്പോഴും ഉറച്ച കോട്ടയാണ്. കണ്ണൂരിന് സംഘടനാപരമായ ഒരു പിഴവില്ല. പക്ഷേ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു ബദൽ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എത്ര കണ്ട് പ്രതിഫലിക്കും? ഇതാണ് നമ്മളുടെ പരിശോധന. കാരണം TK ഗോവിന്ദന്റെ വിമത നീക്കവും അതുണ്ടാക്കുന്ന ചർച്ചകളും ഒക്കെ നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ അത് തളിപ്പറമ്പിലെ ജനങ്ങളെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്, ഇവിടെ പാർട്ടി പ്രവർത്തകരെ, പാർട്ടിയുടെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളെയൊക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ പരിശോധിക്കുകയാണ്. UDF-ന്റെ സാധ്യതയും BJP-യുടെ സാധ്യതയും ഒക്കെ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. തളിപ്പറമ്പിലെ പ്രബുദ്ധരായ വോട്ടർമാരുണ്ട്, സാധാരണ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ നമുക്കൊപ്പം ചേരുകയാണ്. ഈ വിഷയത്തിൽ TK ഗോവിന്ദൻ ഉയർത്തിയ ഈ നീക്കങ്ങൾ സംഘടനാ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിങ്ങളെ എത്ര കണ്ട് ബാധിച്ചിട്ടുണ്ട്? സംഘടനാ തലത്ത് ഗോവിന്ദനെ കുറിച്ചിട്ട് യാതൊരു വ്യത്യാസങ്ങളുമില്ല. അങ്ങേര് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പുറത്തുപോയ ഒരു കക്ഷിയാണ്. വളരെ കാലമായിട്ട് പാർട്ടിക്കൊപ്പം നിലനിൽക്കുന്ന ഒരു കക്ഷിയാണ്. അയാൾക്ക് രാഷ്ട്രീയം എന്താണെന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഇടതുപക്ഷത്തെ ഈ UDF-ലേക്ക് പോയ ഒരു കക്ഷിയാണ്. അയാൾക്ക് ഒരു വിജയസാധ്യത ഇവിടെ കൊടുക്കൂല. ഒരിക്കലും ജനങ്ങൾ അതിന് സമ്മതിക്കില്ല. അതിന് തെളിവാണ് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് കൊയ്യൻ ജനാർദ്ദൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. കൊയ്യൻ ജനാർദ്ദൻ എന്ന് പറഞ്ഞ സമുദ്രനായ നേതാവ് തന്നെയാണ്. അങ്ങേരായിരുന്നു ഇവിടെ ശരിക്കും സ്ഥാനാർത്ഥിയായി വരേണ്ടത്. അങ്ങേരെ ഒരു പിന്തള്ളിക്കൊണ്ടാണ് TK ഗോവിന്ദന് ഇവിടെ കോൺഗ്രസ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അത് ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾ, ജനങ്ങൾ എല്ലാവരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ഗോവിന്ദൻ മാഷ് ഒരു തരത്തിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. അവരെ ഇതുള്ളത് കുറച്ച് മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ മാത്രം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ പലതും CPM-ലേക്ക് വരുള്ളൂ. CPM മാത്രമേ ഒരു ഉറച്ച നിലപാടിലേക്ക് എത്തുന്നുള്ളൂ. മറ്റൊരു കാര്യം, പക്ഷെ ഗോവിന്ദനെ പോലെ CPM-ന്റെ സംഘടന അറിയാവുന്ന, CPM-ന്റെ കണ്ണൂരിലെ പല പ്രവർത്തനം നിയന്ത്രിച്ചിരുന്ന നേതാവ് വിട്ടുപോയപ്പോൾ അണികളെ അത് ഞെട്ടിച്ചു. ശരിക്കും ഞെട്ടുണ്ടാക്കിയിട്ടില്ല. ഒരു ഞെട്ടലുമില്ല. TK ഗോവിന്ദൻ പ്രതീക്ഷിച്ചിരുന്നതാണോ അങ്ങനെയുള്ള പോക്കൊക്കെ? അല്ല, അധികാരമോഹം തലക്കം പിടിച്ചാൽ സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യം. അത് എതിർച്ചേരിയും ചേരുക എന്നുള്ളത് അത് സ്വാഭാവികമാണ്. അത്തരം ആളുകളെ വർഗശത്രുക്കളെ പട്ടികയിൽ ഞങ്ങൾ CPM എല്ലാ കാലത്തും ഉൾപ്പെടുത്തി. ഒരു ചെറിയ ഘടകത്തിൽ നേതാവല്ലോ പോയത്. അല്ല, അയാൾ ഈ TK ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി മാത്രമാണ് പോയത്. അയാൾക്ക് ഒരു സ്വാധീനവും അയാൾക്ക് ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. ഒരു പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുമ്പോഴേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിചലനം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ആ വ്യക്തി എന്ന നിലയിൽ ഈ പാർട്ടിക്കെതിരായിട്ട് ഒരു പോർണ പോലും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. പാർട്ടി സംഘടനയ്ക്കും സംഘടനാ വർക്കിനുമൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്. കാരണം CPM എല്ലാ അടവുകളും അറിയാവുന്ന, എല്ലാ തന്ത്രങ്ങളും അറിയാവുന്ന ഒരാളാണ് എതിർചേരിയിൽ പോയി നിൽക്കുന്നത്. അത് തീർച്ചയായും ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ CPM-ന്റെ സംഘടനാ സംവിധാനം മുമ്പത്തേക്കാൾ ഏറെ വളരെ സജീവമായിട്ട് ഇപ്പോൾ ഈ മണ്ഡലത്തിനകത്ത് എല്ലാ തലത്തിലും, താഴെത്തട്ട് മുതൽ എല്ലാ തലത്തിലും വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ്.
എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സംഘടനാതലത്തിൽ ഇത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല, തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാക്കില്ല എന്ന CPM അവകാശമാണ്. നമുക്ക് ചില കണക്കൂടി പരിശോധിക്കാം. ഇതിനിടയിൽ എതിർചേരികളിലേക്ക് പോകുമ്പോൾ BJPയും സമാനമായ ഒരു നീക്കം ഇത്തവണ നടത്തിയിട്ടുണ്ട് എന്ന സാഹചര്യം കൂടിയുണ്ട്. നിങ്ങളും ഒരു കോൺഗ്രസിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ അടർത്തിയെടുക്കാനുള്ള ശ്രമം നടത്തുകയും ആ രീതിയിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ ഈ തളിപ്പറമ്പ് പറയാൻ പോകുന്ന രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ നിലപാട് നിങ്ങൾക്കുണ്ട്? ഭാരതീയ ജനതാ പാർട്ടിയുടെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ തളിപ്പറമ്പില് ഞങ്ങൾ മത്സരിക്കുന്നത് 2 CPM നേതാക്കളോടാണ്. CPMന്റെ ഒറിജിനൽ നേതാവും രണ്ടാമതുള്ളത് നമ്മുടെ കോൺഗ്രസിലേക്ക് ഇപ്പോൾ മാറി വന്ന കോൺഗ്രസിന്റെ TK ഗോവിന്ദനുമായിട്ടാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഏകപക്ഷീയമായ 2 ആൾക്കാരോട് മത്സരിക്കുന്ന രീതിയിലാണ് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുന്നത്. നമുക്ക് ഇപ്രാവശ്യം നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. കാര്യം ഇവിടെ കാലാകാലങ്ങളായി കോൺഗ്രസിന് വോട്ട് ചെയ്ത ആൾക്കാർക്ക് ഇപ്പോൾ അവരുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പിന്നെ മാറിയ കാലങ്ങൾ കേരളത്തിന്റെ മാറ്റങ്ങളും അതുപോലെ തന്നെ ഭാരതത്തിലെ മാറ്റങ്ങളും ഇവിടുത്തെ ജനങ്ങൾ സശ്രദ്ധം ശ്രദ്ധിച്ചുകൊണ്ടും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് അതുകൊണ്ട് എന്തായാലും ഒരു മാറ്റമുണ്ടാവും കേരളത്തിൽ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരം മുതൽ മഞ്ചേശ്വരം വരെ കേരളത്തിലൊരു മാറ്റമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഒരു നിർണായക പാർട്ടിയാണ് അല്ലെങ്കിൽ സഖ്യമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തളിപ്പറമ്പിൽ നമുക്കത് വളരെ പോസിറ്റീവായിട്ട് തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ജയിക്കും, വോട്ട് കിട്ടും. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കും. അങ്ങ് പറഞ്ഞ കൈപ്പത്തിയിൽ വോട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവസരം ഇല്ലാത്തതുകൊണ്ട് ആ വോട്ടുകൾ താമരയിലേക്ക് വരുമെന്നാണ്. അങ്ങനെ എളുപ്പമാണോ? അങ്ങനെ കൈപ്പത്തിക്ക് പകരമാണോ താമരയിലേക്ക് വോട്ട് വരേണ്ടത്? കൈപ്പത്തിയിൽ നിന്ന് താമരയിലേക്ക് വരുന്നില്ല. അസംതൃപ്തിയായി കൈപ്പത്തി ചെയ്യാൻ പറ്റാത്ത വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് എന്തായാലും അവർക്ക് അരിവാളിന് കുത്താൻ പറ്റില്ല. പിന്നെ കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്രത്തിന്റെ ഭരണ നേട്ടങ്ങളൊക്കെ ഇന്ന് കേരളത്തിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് വോട്ടായി മാറുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ എളുപ്പമാണോ ഈ കൈപ്പത്തിയിൽ? അങ്ങനെ ആശങ്ക CPMനുണ്ടോ? ഈ കൈപ്പത്തിയിൽ പോകാൻ പറ്റാത്ത വോട്ടുകൾ BJPയിലേക്ക് താമരയിലേക്ക്? ഒരു ആശങ്കയും ഞങ്ങൾക്കില്ല. ഇവിടുത്തെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് തളിപ്പറമ്പ് മണ്ഡലത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരായ ആൾക്കാരാണ്. കോൺഗ്രസ് വോട്ട് എങ്ങോട്ട് പോകും? കോൺഗ്രസിനും അവിടെ വിമതനുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ പല വോട്ടുകളും CPMലേക്ക് വരാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അല്ലാതെ BJPയിലേക്കൊന്നും കോൺഗ്രസിന്റെ വോട്ട് എന്തായാലും പോകാൻ ഈ പോകും. ഒരു CPMന്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിങ്ങളെയൊക്കെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നേതാവാണ് ജില്ലയിൽ TK ഗോവിന്ദൻ ആയിരുന്നു. ആ ഒരു വ്യക്തി ഇങ്ങനെ ഒരു നിലപാടെടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അസംതൃപ്തരുടെ ഒരു വലിയ നിര പുറത്തേക്ക് വരുന്നില്ലെങ്കിലും പാർട്ടിയിൽ ഉണ്ട് എന്നതിന്റെ തെളിവല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്പർ 1 ശത്രു വർഗവഞ്ചകനാണ്. വർഗശത്രുവാണ് നമ്പർ 1 ശത്രു. ആ വർഗശത്രുവിനെ നേരിടാൻ ഞങ്ങളുടെ പാർട്ടി സംവിധാനം മാത്രമല്ല, സാധാ അനുഭാവികൾ പോലും ശക്തമായി അതിനെ നേരിടാൻ മുന്നോട്ട് വരും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. മറ്റൊരു കാര്യം, UDFന്റെ റബലായി മത്സരിച്ച ഒരാൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഞാൻ ജനിക്കുമ്പോഴേ കോൺഗ്രസ്സാണ്, ഞാൻ അന്നും കോൺഗ്രസ്സാണ്, ഞാൻ ഇന്നും കോൺഗ്രസ്സാണ്, ഞാൻ നാളെയും കോൺഗ്രസ്സാവും. എന്നാൽ UDFന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ പറയുന്നു, ഞാൻ മുമ്പും കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ നാളെയും കമ്മ്യൂണിസ്റ്റാവും. അപ്പോൾ ഈ സാധാരണക്കാരനായ കോൺഗ്രസ്സുകാരന്റെ മനസ്സിനകത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വോട്ട് ചെയ്യണം, അതോ ഒരു കോൺഗ്രസ്സായി ജീവിക്കുന്ന, കോൺഗ്രസ്സായി മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യണം? ഇതൊരു സാധാരണക്കാരന്റെ മനസ്സിൽ, കോൺഗ്രസ്സുകാരനായ മനസ്സിലുള്ള ഒരു ചോദ്യം. അതാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് UDF ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന വലിയ അങ്കലാപ്പ്. അല്ല, അപ്പൊ ഈ BJP അവകാശപ്പെടുന്നത് പോലെ UDFന് വോട്ട് ചെയ്യാൻ പറ്റാത്തവർ ഇത്തവണ BJPക്ക് വോട്ട് ചെയ്തു പോവോ? BJPയുടെ ഒരു ശക്തിയല്ല. BJP ഞങ്ങളൊരു ശക്തിയായിട്ട് കാണുന്നില്ല. അവർക്ക് അവരുടേതായ ചില പോക്കറ്റിനകത്ത് ചെറിയ വോട്ട്. BJP ശക്തിയല്ല, പക്ഷേ 2 പാർട്ടിയിലും പ്രശ്നങ്ങളുണ്ട്. രണ്ടിടത്തും അസംതൃപ്തിയുണ്ട്. അതായത് ഗോവിന്ദനെ പുറത്താക്കിയ അസംതൃപ്തി CPIയിലും കുറച്ചെങ്കിലും ഉണ്ടാകാം, അതുപോലെ കോൺഗ്രസിലും തിരിച്ചുണ്ടാകില്ല. അപ്പൊ അസംതൃപ്തി ഒന്നിച്ചാൽ അവർ BJP തെരഞ്ഞെടുത്താൽ എന്ത് ചെയ്യും? ഒരു കാലത്തും CPMന്റെ ഒരു വോട്ടും BJPക്ക് പോകില്ല. ഈ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയം ഇതിനേക്കാൾ വളരെ പ്യൂരിറ്റിയുള്ള അല്ലെങ്കിൽ കൂടുതൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു തീരുമാനമായി നടപ്പിലാക്കാൻ കഴിയില്ലായിരുന്നു. ഈ PK ശ്യാമള ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം യഥാർത്ഥത്തിൽ ഇത്ര വിവാദത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? പുതിയൊരാളെ, കൂടുതൽ സാധ്യതയുള്ള ഒരാളെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ആദ്യം നിങ്ങൾ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ, ആ ഇൻട്രൊഡക്ഷൻ തന്നെ പ്രശ്നമുണ്ട്. കാരണം കേരളത്തിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി തളിപ്പറമ്പ് മാറുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ. അങ്ങനെ ഒരു ശ്രദ്ധേയമായ മാറ്റമൊന്നും തളിപ്പറമ്പിനില്ല. തളിപ്പറമ്പ് സംബന്ധിച്ച് ഏകപക്ഷീയമായി ഇടതുപക്ഷം വിജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലം എല്ലാ കാലത്തും അതുപോലെ തന്നെ തുടരും. പിന്നെ ശ്യാമള ടീച്ചർക്ക് പകരം മറ്റൊരാളെ വെച്ചുകൂടായിരുന്നു, എന്നാൽ സുതാര്യമാവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ശ്യാമള ടീച്ചർക്ക് അയോഗ്യത എന്താണ്? പാർട്ടിയെ സംബന്ധിച്ചെന്താണ്? പാർട്ടിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. പാർട്ടിയെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചാൽ ആ പാർട്ടി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും അണിനിരക്കുക എന്നുള്ളതാണ്. ടീച്ചറെ സംബന്ധിച്ച് 1982 മുതൽ പൊതുപ്രവർത്തന രംഗത്ത് വന്നതാണ്. മാഷ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പൊതുപ്രവർത്തന രംഗത്തുള്ളതാണ്. DYFIയുടെയും മഹിളയുടെയും അതുപോലെ SFIയുടെയും എല്ലാം നേതാവായി പ്രവർത്തിച്ചു വരുന്ന ആളാണ്. അപ്പോ അങ്ങനെ ഒരാൾക്ക് എന്താണ് അയോഗ്യത?
അയാൾ മത്സരിക്കാൻ യോഗ്യനല്ല എന്ന് ആരാണ് തീരുമാനിക്കുന്നത്? പാർട്ടി ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ് പാർട്ടി സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥി എന്തുകൊണ്ടും നമുക്ക് യോഗ്യയാണ്. കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വലിയ വിമർശനം ഉന്നയിച്ച പാർട്ടിയാണ് CPM. അതിനുശേഷം മറ്റ് സോണിയാഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ മക്കൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വന്നപ്പോൾ കുറ്റം പറഞ്ഞ പാർട്ടിയാണ് CPM. കഴിഞ്ഞ തവണ CPMന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല A. വിജയരാഘവനായിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയെന്ന് മാത്രം പറയേണ്ട ഒരു മുൻ മേയറും ഒക്കെ ആയിരുന്നു. എങ്കിൽ പോലും ആ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് സീറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് സീറ്റ് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് ആൾക്ക് സംശയം തോന്നില്ല. PK ശ്യാമള CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്, R. ബിന്ദു മുൻ മേയറും നേതാക്കൾ തന്നെയാണ്. പക്ഷെ ആ കുടുംബത്തിൽ നിന്ന് ആള് വരുമ്പോൾ അവരുടെ സംശയം സാധാരണക്കാർക്ക് ഉണ്ടാവില്ല. അവിടെയാണ് പ്രശ്നം. എന്താ വെച്ചാൽ നമ്മൾ കുടുംബമായിട്ട് തന്നെ കാണാൻ വേണ്ടി സാധിക്കണം. രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് പഴയ കാലത്ത് മുതൽ 40-45 വർഷമായി ഈ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്യാമൾ ടീച്ചർ. അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിച്ച് പോകുമ്പോൾ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നതുപോലെയല്ല അത് രണ്ടാണ്. ആ രണ്ട് രീതിയിൽ തന്നെ കാണാൻ വേണ്ടി പറ്റണം. കാരണം ഗോവിന്ദൻ മാറുമ്പോൾ ആ സീറ്റിലേക്കാണ് വരുന്നത്. അതും കൂടെയാണ് സംശയത്തിന്റെ ബലം കൂട്ടുന്നത്. തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം ശ്യാമൾ ടീച്ചറെ പ്രത്യേകിച്ച് തളിപ്പറമ്പുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം തളിപ്പറമ്പിനകത്ത് മുനിസിപ്പൽ ചെയർമാനായിട്ടും ആന്തൂരിൽ മുനിസിപ്പൽ ചെയർമാനായിട്ടും ഒക്കെ തന്നെ നല്ല പ്രാവീണ്യം തെളിയിച്ച ഒരാളാണ് ശ്യാമൾ ടീച്ചർ. ഇപ്പം പറഞ്ഞ പോലെ ശ്യാമൾ ടീച്ചർ ഒരു സുപ്രഭാതത്തിൽ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നതല്ല. SFIയിലൂടെയും അതുപോലെ തന്നെ ബാലസംഘത്തിലൂടെയും DYFIയിലൂടെയൊക്കെ തന്നെ ഇതിന്റെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ തന്നെ മഹിളാ അസോസിയേഷന്റെ ഒക്കെ നേതൃത്വ നിലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു സഖാവാണ് ശ്യാമൾ ടീച്ചർ. അപ്പം പ്രത്യേകിച്ച് ശ്യാമൾ ടീച്ചർ ഒരു കുടുംബ ബന്ധം എന്ന് ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് വേർതിരിക്കാൻ സമയം സംശയം ഉണ്ടാക്കുന്നില്ല. കാരണം MV ഗോവിന്ദൻ ആ സീറ്റിൽ നിന്ന് മാറുന്നു, തൊട്ടു പിന്നാലെ അവർ കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. ശ്യാമൾ ടീച്ചർ നേരത്തെ ഉള്ള ആൾ തന്നെയാണ്. ഒരു കാരണവശാലുമില്ല. കാരണം MV ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി ആവുന്ന സമയത്ത് പോലും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സഖാവാണ് ശ്യാമൾ ടീച്ചർ. അപ്പം തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം തളിപ്പറമ്പിനെ പരിചയപ്പെട്ട, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന എല്ലാ മേഖലകളിലും, കാരണം ഒരു ചെയർമാനായിട്ട് തളിപ്പറമ്പിന്റെ വികസനം കൊണ്ടുവന്നത് തന്നെ ഏറ്റവും കൂടുതൽ ശ്യാമൾ ടീച്ചർ തന്നെയാണ്. കാരണം ഇവിടെയുള്ള ടൗൺ, ഇപ്പം നമുക്കറിയാം തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തുള്ള ഒരു ടൗൺ സ്ക്വയർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ഒരുപാട് വികസനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അതെ, അവരൊരു സംശയം ഉണ്ടാകുന്നത് ഇതിപ്പോ താങ്കളെ പോലെ താഴെ പാർട്ടിയോ അല്ലെ പാർട്ടിയുടെ അനുഭാവികളോ ആയി നിൽക്കുന്നവര് ഈ തരത്തിൽ മനസ്സിലാക്കുമ്പോഴും എന്തുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പോലെ TK ഗോവിന്ദനെ പോലെയുള്ളവർ ഈ ഒരു താങ്കൾ വിലയിരുത്തുന്ന പോലെയുള്ള വിലയിരുത്തലിലേക്ക് പോയില്ല? എന്തിനാ അവർ പാർട്ടിക്കെതിരെ രംഗത്ത് വന്നു? നേരത്തെ ഇവിടെ BJPയുടെ നേതൃത്വം വഹിക്കുന്നവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് എല്ലാ തരത്തിലുള്ള സ്ഥാനമാനങ്ങളും TK ഗോവിന്ദൻ മാസ്റ്റർക്ക് പാർട്ടി കൊടുത്തിട്ടുണ്ട്. അത് പാർട്ടിയിൽ ഉള്ളത് കൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ ഒരു ലീഡർഷിപ്പിലേക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ലീഡർഷിപ്പിലേക്ക് വന്ന ഒരു നേതൃത്വത്തിലേക്ക് വന്ന ഒരു സഖാവാണ്. അപ്പൊ ആ സഖാവിന് കൊടുക്കേണ്ട മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാർട്ടി അതിന്റെ സംഘടനാ രൂപത്തിലും സംഘാടക രൂപത്തിലും ഒക്കെ തന്നെ പാർട്ടി നേതൃത്വപരമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു നിർണായക ഘട്ടത്തിൽ ചിലപ്പം അധികാര മോഹങ്ങളും എന്റെയൊക്കെ അഭിപ്രായത്തിനകത്ത് ഇതിന് മുന്നേ തന്നെ ചിലപ്പം എനിക്ക് തോന്നുന്നു ലീഗുമായിട്ടോ കോൺഗ്രസുമായിട്ടോ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടാവാം. കാരണം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് ഇപ്പം എവിടെയും ഒരു സജീവമായിട്ടില്ല. ഇപ്പം ഗോവിന്ദൻ മാഷ പോലെയുള്ള ഒരാൾ ഒന്നിനും ഇപ്പം സജീവമായിട്ട് ഇപ്പം കാണുന്നില്ല. ഇപ്പൊ ലീഗിന്റെ അടുക്ക മാത്രം അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കുന്ന ചില നേതാക്കന്മാരുടെ പണക്കാട് അടക്കം പോയിട്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പം കണ്ടുവരുന്നത്. എല്ലാ പാർട്ടിയിലും എല്ലാ കാലത്തും ഇത്തരം ചില വിമത ശബ്ദങ്ങൾ പല ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും തുടക്കം തൊട്ട് തന്നെ ഉണ്ട് താനും. അപ്പോൾ ഈ നേതൃനിലയിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുമ്പോൾ പാർട്ടി നേതൃത്വം ഒന്നുകൂടി കരുതലാക്കണം എന്നൊരു സൂചന ഈ അനുഭവങ്ങൾക്ക് നമുക്ക് മുന്നിലുണ്ടാക്കും. കാരണം ഈ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി, ആലപ്പുഴയിൽ G. സുധാകരൻ, ഇവിടെ ഗോവിന്ദൻ, PK ശശി, അങ്ങനെ ഒന്നും രണ്ടും പേരല്ല. നേരത്തെ കോൺഗ്രസ് CPM കോൺഗ്രസ് വിമതരെ കാത്തിരിക്കുമായിരുന്നു. അതുപോലെ ഇപ്പൊ CPM വിമതരെ കാത്ത് കോൺഗ്രസ് നിൽക്കുന്ന അവസ്ഥയായില്ലേ? നാണക്കേടല്ലേ? അല്ല, അത് ആ രീതിയിലൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ വെച്ചാല് നമ്മളിപ്പോ അയാൾ പാർട്ടിയിൽ ഉണ്ടാകുമ്പോൾ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് ആ പ്രവർത്തനം പരിശോധിച്ചാണ് പാർട്ടിയുടെ നേതൃനിരയിലേക്കെല്ലാം ആളുകൾ വരുന്നത്. ആ ആളുകളെല്ലാം ഈ പറഞ്ഞ ആളുകളെല്ലാം പാർട്ടിയുടെ എല്ലാ സംവിധാനവും, അതായത് എല്ലാവിധ ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതിനു ശേഷം ഏറ്റവും ഒടുവിലായിട്ട് അവർക്ക് ഇത് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ അധികാരത്തിന്റെ ഭാഗമായിട്ട് മാത്രം പോകുന്നതാണ്. അധികാരം എന്നുള്ളത് മാത്രം ചില ആളുകൾക്ക് തലക്ക്. അധികാരമോഹികളെയൊക്കെ എന്തുകൊണ്ട് പാർട്ടി തിരിച്ചറിയാൻ ഇത്ര വൈകി പോകുന്നതാണ് ചോദ്യം. അതാണ് ഒരു സംശയം. ഓരോ ഘട്ടത്തിൽ ചോദ്യം തെറ്റാണ്. കാരണം വെച്ച് ഇതിനു മുന്നേ ഗൗരിയമ്മ ഉൾപ്പെടെ അല്ലെങ്കിൽ MV രാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചതാണ്. പാർട്ടി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് പുറത്തു പോയിട്ടുണ്ട്. കണ്ണൂരിൽ ആദ്യം വന്നൊരു ചോദ്യം, MV രാഘവൻ പോയ സമയത്ത് ഇവിടെ പാർട്ടി ഉണ്ടാവുമോ, ഇവിടെ ഈ പാർട്ടി ഗ്രാമം ഉണ്ടാവുമോ, എല്ലാം MV രാഘവന്റെ കൂടെ പോവോ? പക്ഷേ അതിന് കാലം
അതിന് സാക്ഷിയാണ്. കാലം അതിന് സാക്ഷിയാണ് എന്ന് മാത്രമല്ല, ജനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ കൃത്യതയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കോട്ടം പോലും ഈ ഇടതുപക്ഷത്തിന് ഈ തളിപ്പറമ്പിൽ ഈ CPM-ലെ അസംതൃപ്തരെ കാത്തിരിക്കുന്ന ഒരു പാർട്ടിയെ കോൺഗ്രസിന് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെന്നത് അത് തന്നെയാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഈ ടി.കെ. ഗോവിന്ദൻ നിങ്ങൾക്ക് ഒരു സാധ്യതയായി മാറുമോ, അതോ തിരിച്ചടി ഉണ്ടാക്കുമോ? നിങ്ങളുടെ പരമ്പരാഗത വോട്ടുകൾ പോലും UDF നഷ്ടപ്പെടുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാക്കുമെന്നാണ് CPM ചൂണ്ടിക്കാട്ടുന്നത്. ഒരിക്കലുമില്ല. ഒരു വിജയം തന്നെയാണ് ഗോവിന്ദ മാഷ് ഉണ്ടാവുന്നത്. ടി.കെ. ഗോവിന്ദൻ അത് തീർച്ചയായിട്ടും ഇവിടെ UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കും. കാരണം ആ CPM-ലെ അസംതൃപ്തരായി ഇരിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇന്ന് കോൺഗ്രസിലേക്ക് വരാൻ നിൽക്കുകയാണ്. അതുകൊണ്ട് തളിപ്പറമ്പിൽ ഒരു ഭൂരിപക്ഷത്തിൽ തന്നെ ഗോവിന്ദ മാഷ് വിജയിച്ചിരിക്കും. റെനർജി പ്രസൻസ് K-വോട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വതന്ത്ര വ്യക്തിക്ക് ഒരു ജനപിന്തുണയില്ല. അതാണ് ഇപ്പൊ ഗോവിന്ദനെ പറ്റി CPM പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരു ജനപിന്തുണയില്ല, വിട്ടുപോകുമ്പോ പിന്തുണയിലായി പോകുന്നതാണോ? ഇന്ന് UDF സ്ഥാനാർത്ഥി കോൺഗ്രസിലേക്ക് UDF സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ അതിനുള്ള ശക്തിയും 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ അതിനുള്ള പ്രതിഫലം നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഈ ടി.കെ. ഗോവിന്ദൻ CPM-മായി ഉടക്കി വരുന്ന ടി.കെ. ഗോവിന്ദനെ സെലക്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർത്തുക, ടി.കെ. ഗോവിന്ദൻ സ്വതന്ത്രമായി മത്സരിക്കട്ടെ, അങ്ങനെ ഒരു നിലപാടെടുക്കാൻ മടിക്കുന്നത്? അല്ല, നേരത്തെ 1970 ഇവിടെ UDF ജയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ 2024 നടന്ന ഇലക്ഷൻ കെ സുധാകരൻ 8000 വോട്ടിന് ലീഡാണ്. അതിന്റെ ഇത് കണക്കൂട്ടിയാണ് UDF ജയിക്കുമെന്ന് നമ്മൾ പറയുന്നത്. അത് മറ്റു ലോക്സഭാ മറ്റു സാഹചര്യമല്ലേ? കോൺഗ്രസ് രാജ്യം ഭരിക്കാൻ പോകുന്ന പ്രതീതി വരുന്നു, ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനെ വിശ്വസിക്കാൻ വരുന്ന പ്രതീതി വരുന്നു. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ലേ? അല്ല, ഇപ്പം എപ്പം UDF ഒരു അനുകൂലമായിട്ടാണ് കാണുന്നത്. LDF-നെതിരെ ഒരു ജനവികാരമുണ്ട്. അവർക്ക് ആ ഭരണത്തിനെതിരെ ഒരു പ്രതിഷേധം തരുന്നുണ്ട്. അത് ജനങ്ങൾ നോക്കി കാണുവാൻ അതിന് ഒരു വോട്ടായിട്ടാണ് ഇന്ന് ഗോവിന്ദ മാഷിന് എല്ലാവരും വോട്ട് ചെയ്യുന്നത്. ഇന്ന് CPM-ന്റെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ശ്യാമള ടീച്ചർക്ക് ഒരു ജനപിന്തുണയില്ല. അതുകൊണ്ടാണല്ലോ ഗോവിന്ദ മാഷ് അതിൽ നിന്ന് രാജിവെച്ചിട്ട് UDF സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. ഈ ടി.കെ. ഗോവിന്ദൻ നിങ്ങളുമായി നേരത്തെയൊക്കെ ആശയവിനിമയം നടത്തിയ ലീഗുമായിട്ടൊക്കെ ആശയവിനിമയം നേരത്തെ നടത്തിയിരുന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഒരിക്കലുമില്ല, അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിട്ടില്ല. കുടുംബാധിപത്യത്തിന് എതിരായിട്ടാണ് അയാൾ പുറത്തു വന്നത്. ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇന്ന് അമ്പലപ്പുഴ G. സുധാകരൻ എന്താണ് അവസ്ഥ? ഇതൊക്കെ ആ പാർട്ടിയിലുള്ള നേതാക്കന്മാരാണ്. ശക്തമായ 60-70 വർഷം ഈ പാർട്ടിക്ക് കൊണ്ട് ജീവിച്ചവരാണ് ഇന്ന് UDF കൂടെ നിൽക്കുന്നത്. UDF വിജയ സാധ്യത 100% തളിപ്പറമ്പിലുണ്ട്. കേരളത്തിൽ ഒരു തരംഗം തന്നെയാണ്. ഈ ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കഥയാണ് തിരിച്ചടിയെന്ന് പറയുന്നു. അങ്ങനെ BJP കോൺഗ്രസും വിശ്വസിക്കുന്നുണ്ടാവാം. ഈ ഭരണവിരുദ്ധ വികാരം ഷെയർ ചെയ്യപ്പെട്ടുപോകില്ല. അത്തരം വോട്ടുകൾ വന്നാൽ അത് BJP-യിലും കോൺഗ്രസിലുമായിട്ട് വിഘടിച്ചു പോകില്ല. അത് CPM-ന് ഗുണം ചെയ്യും. അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ലില്ല. ഭരണ വിരുദ്ധ വികാരം എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഇന്ന് കഴിഞ്ഞ 10 വർഷത്തെ CPM-ന്റെ ഭരണം എല്ലാ സമസ്ത മേഖലയിലും തകർന്നു കിടക്കുക. ആ വോട്ട് എവിടെയും പോകില്ല. കാരണം വെച്ചാൽ വികസനത്തിന് വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കഴിഞ്ഞ 12 വർഷം ഭാരതം ഭരിക്കുന്നത്. ആ വികസനം കേരളത്തിൽ എത്തണം. ആ വികസനം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ വികസനമാണ് ഇവിടെ നടക്കുന്നുള്ളത്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ആയാലും ഹൈവേ ആയാലും ഹൈവേ സംസ്ഥാന സർക്കാരിന്റെ പങ്കും വലുതാണ്. അല്ല, പങ്കുണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. അല്ല, ഞാൻ പറയുവാണ് എന്തുകൊണ്ട് ഇത്ര കഴിഞ്ഞ 60 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ട് ഇതുപോലുള്ള നാഷണൽ ഹൈവേ ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയില്ല. അല്ല, വരാം. CPM ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വികസനം വന്നു അങ്ങോട്ട് സമ്മതിക്കുകയാണോ? അല്ല, വികസനം ഒന്നുമല്ല. വികസനം ഇവിടുത്തെ ജനങ്ങൾക്ക് നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധമാണ്, സംസ്ഥാനവും കേന്ദ്രവുമായി നല്ല ബന്ധമാണ്. അങ്ങനെ ബന്ധമുള്ളതുകൊണ്ട് വികസനം നടക്കുന്നില്ല. അത് വസ്തുതയല്ലേ? അത് അതല്ല, അങ്ങനെയല്ല അതിന്റെ ഇത്. നമ്മൾ ഇന്നിപ്പോ വികസനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം നടത്തുന്നല്ല, മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഈ നാഷണൽ ഹൈവേന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഏകദേശം ഒരു ദിവസം 12 കിലോമീറ്റർ നാഷണൽ ഹൈവേ നടന്നിരിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ 34 കിലോമീറ്ററാണ് ഒരു ദിവസം നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം നടക്കുന്നത്. സ്ഥലമൊക്കെ ഏറ്റെടുക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു വലിയ പങ്കില്ല എന്നൊരു ചോദ്യമാണ്. നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽ CPM വിശദീകരണം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ തളിപ്പറമ്പിനകത്ത് ആദ്യമായിട്ട് വികസനം കൊണ്ട് ഒരു ബസ് സ്റ്റാൻഡ് വേണം എന്ന ഉദ്ദേശത്തിലൂടി ഇപ്പൊ മലയോര മേഖലയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് കാക്കാത്തോട് ഇല്ല ഒരു സ്ഥലത്ത് അത് അക്വയർ ചെയ്തിട്ട് അതിനു വേണ്ടിയിട്ട് കാക്കാത്തോട് ബസ് സ്റ്റാൻഡ്, മലയോര മേഖല ബസ് സ്റ്റാൻഡ് അടക്കം KSRTC ഒരു ഡിപ്പോ അടക്കം തുടങ്ങാൻ വേണ്ടി വന്ന സമയത്ത് ഇവിടെ ഏറ്റവും ആദ്യം ഇതിന് തുടങ്ങം വെച്ചത് ഇവിടുത്തെ UDF ആണ്. അതെന്താ പറയാത്തത്? ഇവിടെ വികസനം കൊണ്ടുവന്നില്ല എന്ന് പറയാൻ വേണ്ടി പാടില്ല. ഇവിടെ ഈ തളിപ്പറമ്പ് പരിശോധിച്ച് നോക്കിയിട്ട് തളിപ്പറമ്പിനെ സംബന്ധിച്ചോളം ഈ 10 വർഷക്കാലം അല്ലെങ്കിൽ ഇതിനകത്ത് വ്യക്തമായിട്ട് അറിയാം. കാരണം ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് പണിയാൻ വേണ്ടിയിട്ട് പൂക്കോത്തുകാരുടെ അടക്കം 6 ഏക്കറോളം സ്ഥലം എടുത്ത സമയത്ത് ആ സ്ഥലത്തിന് ആരാണ് അതിനകത്ത് ആരാ സ്റ്റേ കൊടുത്തത്? ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ആൾക്കാരല്ല. ഇവിടെയുള്ള കൃത്യമായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ ലീഗുകാരും ഇവിടുത്തെ കോൺഗ്രസ്സുകാരുമാണ് കൃത്യമായിട്ട് അതിന് സ്റ്റേ കൊടുത്തത്. ലീഗ് കോൺഗ്രസ്സുകാരുണ്ട്, അവരോട് തന്നെ ചോദിക്കും, നിങ്ങളാണോ ഇത്ര നാളും ഭരിച്ചതാരാണ്? കോൺഗ്രസിന്റെ MLA അല്ല.
ഇടതുപക്ഷത്തിന്റെ MLA ആണ്. ഇവരിപ്പോ കാക്കാത്തോടിന്റെ ബസ് സ്റ്റാൻഡിന്റെ ഒരു കല്ല് പോലും ഇവര് 10 വർഷം ഭരണത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടിക്ക് ആ കാക്കാത്തോടിന്റെ ബസ് സ്റ്റാൻഡിന് എന്ത് ചെയ്തു? ഇപ്പൊ തളിപ്പറമ്പിൽ ഒരു ബസ് സ്റ്റാൻഡ് എടുത്ത ഒരു ബസ് സ്റ്റോപ്പ് പണിതിട്ടുണ്ട്. 30 ലക്ഷം രൂപ കൊടുത്തിട്ടാ. അതിലൊരു അഴിമതി നടത്തിക്കൊണ്ടാണ് അത് നടത്തിയത്. വെറും 10 ലക്ഷം രൂപക്കാവുന്ന 10 ലക്ഷം രൂപയ്ക്ക് പോലും ാണ് അവിടെ നടത്തിയത്. 10 ലക്ഷം രൂപ 30 ലക്ഷം രൂപയ്ക്ക് ആ ബസ് സ്റ്റാൻഡ് അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അഴിമതി ചെലവാക്കിയ തുക ആനുപാതികമായ തളിപ്പറമ്പിനകത്തുള്ള ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിട്ടുള്ളത് തളിപ്പറമ്പിനകത്തുള്ള ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിട്ടുള്ളത് തളിപ്പറമ്പ് നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. അതിൽ അഴിമതി നടന്നിട്ട് അതിന്റെ ഉത്തരവാദി ലീഗാണ്. ലീഗല്ല അവിടെ ഭരിക്കുന്നത്. അങ്ങനെ പറയും. MLA ഫണ്ട് കൊടുത്താൽ അത് കളക്ടർ മുഖാന്തരം ഫണ്ട് കൊടുക്കുന്നല്ലാതെ അത് വിനിയോഗിച്ച മുനിസിപ്പാലിറ്റിയാണ്. ലീഗിന്റെ ചെയർമാൻ രാജിവെക്കണം. 30 ലക്ഷം രൂപയ്ക്ക് 20 ലക്ഷം രൂപ ഒരു ബസ് സ്റ്റോപ്പ് പണിയവർക്ക് അതിനകത്ത് അഴിമതി എന്ന് പറയുമ്പോ ആരാണ് ഈ അഴിമതി നഗരസഭയാണ്. 1 കോടി രൂപ 3000 സ്ക്വയർ ഫീറ്റിൽ ഒരു വീടെടുക്കാൻ 55 ലക്ഷം രൂപ. വയനാടിനകത്ത് 400-ലധികം ശവശരീരങ്ങൾ കാണിച്ചുകൊണ്ട് കുഞ്ഞു കുട്ടികളുടെ അടക്കം ശവശരീരങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് 400-ലധികം ശവശരീരങ്ങൾ കാണിച്ചുകൊണ്ട് 300-ലധികം കോടി രൂപ ശവം കാണിച്ചുകൊണ്ട് മരിച്ചു വീണ ആൾക്കാരുടെ ശവം കാണിച്ചുകൊണ്ട് പണം പിരിച്ച് മുക്കിയ ഈ കോൺഗ്രസ് രീതിയിലാണ് അവിടെ താമസം തുടങ്ങിയോ? ഒരു വർഷത്തിന് ശേഷമാണ് 1 വർഷമായി ഇന്ന് ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്. കോൺഗ്രസ് എന്ന് വീട് കൊടുക്കും. കോൺഗ്രസ് ആണ് സ്ഥലം വാങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ വീടെടുത്തിരിക്കും. ഇവിടെ പയ്യന്നൂര് രക്തസാക്ഷി ഫണ്ട് മുഖ്യമന്ത്രി ആരാണ് രക്തസാക്ഷി മുഖ്യത്? രക്തസാക്ഷിയുടെ ഫണ്ട് മുഖ്യവരാണ്. രക്തസാക്ഷി ഫണ്ട് മാറി പറയുന്ന ആൾ കുഞ്ഞികൃഷ്ണൻ എന്തിന്റെ പേരിലാണ് കോൺഗ്രസ്സുകാർ സംസാരിക്കാൻ നമുക്ക് താല്പര്യമില്ല. കേരളം ഇവിടെ VD സതീശന്റെ പേരാരും പരാമർശിക്കുന്നത് എന്താ പ്രശ്നം? എന്താ നുണ പറയുന്ന ആള് കേരളത്തിൽ നമ്പർ പറയുന്ന നുണയൻ അതാണ് പറഞ്ഞത്. ആ നുണയാണ് ഇപ്പൊ ഏറ്റു പറഞ്ഞത്. ആ നുണയാണ് പറഞ്ഞത്. നുണയന്മാരെ പിൻഗാമികൾ അത് കോൺഗ്രസ്സുകാർ സതീശൻ പണിച്ചു കൊടുക്കുന്ന നുണ ഏറ്റെടുക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. ഒരു കൊല്ലമായി പണം പിരിച്ച് 1 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ 1957 മുതല് ഇവിടെ മാറി ഭരിച്ച് LDF-ഉം UDF-ഉം ചെയ്ത അഴിമതിയെ കുറിച്ചാണ് ഇപ്പൊ ഈ സമയത്ത് 5 മിനിറ്റ് ഇവിടെ തല്ലു നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അഴിമതിയാണ്. UDF-ഉം LDF-ഉം രണ്ടും അഴിമതിയാണ് എന്ന് ഈ പൊതുസമൂഹം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി. അതിന്റെ ഒരു ഇതാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇവരിപ്പോ കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഈ കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ള TK ഗോവിന്ദനും അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പൊ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇവർ രണ്ടല്ല, ഇവർ ഒന്ന് തന്നെയാണ്. അതായത് ജനിച്ച കാലം തൊട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ വിശ്വസിച്ച് ആ ആശയങ്ങൾ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളായിരുന്ന ആന്തൂറും മലപ്പട്ടം പോലെയുള്ള പഞ്ചായത്തുകളിലെ അവിടെയുള്ള പഞ്ചായത്തുകളിൽ അതുപോലെ ക്രൂരതകൾ ചെയ്ത്
അതുപോലെ വേറൊരു പാർട്ടിക്കും പ്രവർത്തനം നിഷേധിച്ചു. വേറെ എല്ലാ പാർട്ടികൾക്കും പ്രവർത്തനം നിഷേധിച്ചുകൊണ്ട് ആ അടിത്തറ ഇളകിയതിന്റെയാണ് ഈ ചുരുക്കം നടക്കുന്നത്. അതുകൊണ്ട് ടി കെ ഗോവിന്ദനൊന്നും കോൺഗ്രസുകാർ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. ആണോ? ഗോവിന്ദനിപ്പം ടി കെ ഗോവിന്ദനിപ്പം മലപ്പുറത്തെ ഗോവിന്ദന്റെ വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവിടെ ഉള്ളത്. അവിടുത്തെ ജനങ്ങൾ ഒന്നുണ്ടെങ്കിലും അത് പണ്ട് വീട്ടിൽ കയറിയിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുക. ആർക്കാലും ജീവന് പേടി തന്നെയാണ്, ജീവിക്കണം ആഗ്രഹമുണ്ട്. ഇവരുടെ ഉരുക്ക് കോട്ടകളിൽ ഈ പ്രാവശ്യം പോലും എന്ത് തളിപ്പറമ്പിൽ കോൺഗ്രസ്സുകാർക്ക് ജീവിക്കാൻ അറിയാം. പേടിയില്ല, ഞങ്ങൾക്ക് പേടിയില്ല. ഒരു നിലപാട് ആർക്കാണ് ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. നിങ്ങൾക്ക് പറ്റിയ ഒരു കാര്യം ഉറപ്പാണ്, തളിപ്പറമ്പ് അസാധാരണമായ രാഷ്ട്രീയ പോരാണ് നടക്കുന്നത്. ടി കെ ഗോവിന്ദന് മറുപടി നൽകാൻ വർഗവഞ്ചനകൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രചരണ രംഗത്ത് CPM കളമൊരുങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. അതനുസരിച്ച് കടുത്ത ചൂടാണ് തളിപ്പറമ്പിൽ. ആ ചൂടാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും. വർഗവഞ്ചകൻ ആരെന്ന ചോദ്യമാണ്. CPMന്റെ നേതാവ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥി റിബലാകുന്നു. രണ്ട് പാർട്ടിയിലും പ്രശ്നങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് BJP ഒരു അവസരം ഇവിടെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ശക്തമായ പോരാട്ടമായി തളിപ്പറമ്പ് ഓരോ ദിവസവും മാറുകയാണ്. തളിപ്പറമ്പ് അഭിമാന പോരാട്ടമാണ് CPMന്. കാരണം ഇവിടെ പൊളിഞ്ഞാൽ വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ അതിന് ന്യായങ്ങൾ പറയാൻ മറ്റൊന്നുമില്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ഇഞ്ചോടിഞ്ച് പോരിലേക്ക് പോകുന്നു. CPM തങ്ങളുടെ എല്ലാ തരത്തിലുള്ള സംഘടനാ സംവിധാനവും കളത്തിലിറക്കുന്നു. തളിപ്പറമ്പിൽ കാത്തിരിക്കാം തളിപ്പറമ്പിന്റെ ജനവിധിക്കായി. പൂർണ്ണമാവുന്നു. വീണ്ടും മറ്റൊരു മണ്ഡലത്തിൽ കണ്ടുമുട്ടാം. നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടേക്ക് വരിക കേരളം പിടിച്ചാൽ തുടരാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.